ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെന്ന് വന്നപ്പോൾ ഞങ്ങളുടെ മാപ്പ് കിട്ടാനാണ്. അത് വേറെ ആരുടെ മാപ്പല്ല, മല്ലൂസ് പൊയ്ഡിയുടെ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ മല്ലൂസ് പൊയ്ഡി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മല്ലൂസ് പൊയ്ഡി ഇടയ്ക്ക് ഇൻസ്റ്റയിൽ ഒരു റീൽ ഇട്ടായിരുന്നു, പിന്നെ യൂട്യൂബിൽ ഷോർട്സ് കൂടെ ഇട്ടായിരുന്നു. മാപ്പ് പണി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടെ മന്ദണ്ട് കേട്ടോ അത് കാണാൻ ഗൈസ്. അപ്പം ഇവിടുത്തെ മെയിൻ വണ്ടി കേട്ടോ എൽ സി. അപ്പോൾ എൻ്റെ വണ്ടി എൽ സിയുടെ ഫ്രണ്ട് ബമ്പറും പിന്നെ ഞാൻ സ്നോർക്കിലും ഒക്കെ വെച്ചുകൊണ്ടാണ് വന്നേക്കണത്. വെള്ളത്തിൽ കൂടെ ഒക്കെ പോകേണ്ടതെന്നാണ് പറഞ്ഞത് സ്പീഡ്. അപ്പോൾ നമുക്ക് വണ്ടി കയറാം കേട്ടോ ഗൈസ്. അപ്പം ഈ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത് ആയിരിക്കും കേട്ടോ ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയുടെ ഓരോ സ്ഥലത്തെത്തുമ്പോഴായിരിക്കും കട്ട് ചെയ്ത് തരണം കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് നേരെ സ്പോയിഡി എടുത്തിട്ട് പോകാം. അതേ നിൽക്കുന്നതാണ് സ്പോയിഡി ഗൈസ്. അപ്പം സ്പോയിഡിയുടെ അടുത്തോട്ട് ചെല്ലാം കേട്ടോ. സ്പോയിഡി എൽ സിയും കൊണ്ട് തന്നെയാണ് വന്നേക്കണേ. ഒരു യെല്ലോ കളർ എൽ സിയും കൊണ്ടാട്ടോ ഗൈസ് വന്നേക്കണേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ അകത്ത് അബിയോക്സൊക്കെ വന്ന് മാപ്പ് ചുറ്റിയിട്ട് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ദിവസമാട്ടോ ഗൈസ് ഞാൻ വന്നേക്കണേ. അപ്പം എൽ സിയുടെ നോക്കി, സ്പോയിഡിയുടെ എൽ സി ഒരു റെഡും ബ്ലാക്കും തീമിൽ ഒക്കെയാണല്ലോ ഇറക്കിയേക്കണേ ഗൈസ്. എൻ്റെ നമ്പർ പ്ലേറ്റൊക്കെ എടുത്ത് ഞാൻ ഫ്രണ്ടിലോട്ട് വെച്ചിട്ടുണ്ട് ടോയ്സ്, ഗ്ലാസ്സിലോട്ട്. അപ്പോൾ ഗൈസ് ഇതാണ് സ്പോയിഡി ടോയ്സ്. അപ്പം സ്പോയിഡിയുടെ അടുത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ടോയ്സ്. അപ്പം വെൽക്കം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇമോജി ഇട്ടേക്കാം, താങ്ക്സ് എന്നിട്ടേക്കുള്ള ഇമോജി ഇട്ടേക്കാം കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് പയ്യെ ഇവിടെ നിന്ന് പോകാനുള്ള പ്ലാനിലാണ് ടോയ്സ് നമ്മളിപ്പോൾ നിൽക്കണത്. അപ്പം നമുക്ക് വണ്ടി കയറുക ടോയ്സ് നമ്മൾ. അപ്പം ഞാൻ ആ വണ്ടി കയറി കഴിഞ്ഞാൽ സ്പോയിഡി കയറും ഗൈസ്. രണ്ടുപേരും ഒരുമിച്ചാണല്ലോ വണ്ടി കയറുന്നത്. ഇതപ്പോൾ നമ്മൾ പയ്യെ ഇവിടെ നിന്ന് എടുക്കുക കേട്ടോ. എൻ്റെ വണ്ടി ടയറൊന്ന് മാറ്റണം ഗൈസ്. അപ്പം ഞാൻ ആദ്യം പോയി ടയർ മാറ്റാനുള്ള സംവിധാനം നോക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പം സ്പീഡിൽ പോയാലാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ ഡണ്ണെന്ന് ടേക്കാം കേട്ടോ, ഡണ്ണിട്ടുണ്ടേ ഗൈസ്. അപ്പം നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ സ്പീഡിൽ പോട്ടെ ഗൈസ് ആദ്യം ഗൈസ്. അപ്പം ഇതിൻ്റെ വളച്ചു പോകണം. ഇവിടെ ടയർ മാറ്റാനാണോ? ഗൈസ് ടയർ മാറ്റാനാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഓടിപ്പോയി ടയറൊന്ന് മാറ്റട്ടെ കേട്ടോ. ഇല്ലെങ്കിൽ വണ്ടി ആ പാറയെ കൂടെയൊക്കെ കിടന്ന് കറങ്ങി തീർന്നു പോകും ഗൈസ്. അവിടെ ഫുൾ പാറയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് കറങ്ങി തീർക്കാൻ പറ്റില്ല ഗൈസ്. ഇനിയും വന്ന് ടയർ മാറ്റാൻ വയ്യ. അതുകൊണ്ട് ഇതേപോലെ സ്പോയിഡിയുടെ പുറകെ നമുക്ക് വെച്ച് പിടിക്കണം ഗൈസ്. അപ്പം എൻട്രിയുടെ അങ്ങോട്ടേക്ക് പോകാം ഗൈസ് നമ്മളപ്പം. ഇവിടെ തന്നെയാണ് എൻട്രി. വെൽക്കം ടു ഓഫ് റോഡ് ട്രാക്ക് എന്ന് പറഞ്ഞത് ഇവിടെ ഒരു വലിയ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം CPM മാപ്പ് എഡിറ്ററിൽ അങ്ങനെ ഒരു സാധനം, CPMൽ തന്നെ മാപ്പ് എഡിറ്റർ എന്നൊരു സാധനം കൊണ്ടുവന്ന് നല്ലൊരു ഇതാണ് ഗൈസ്. കാരണം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ക്രിയേറ്റിവിറ്റി വളർത്താം. അങ്ങനെ കുറേ സംവിധാനം ഉണ്ട് ഈ ഗെയിമിൽ തന്നെ ഗൈസ്. അപ്പം നമ്മളിത് ഇവിടെ നിന്ന് എങ്ങോട്ടാ അറിയില്ലല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് പുറകെ വെച്ച് പിടിക്കാം കേട്ടോ. ഞാനപ്പം നെക്സ്റ്റ് സ്പോട്ട് എത്തിയിട്ട് കാണിക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു മരമൊക്കെ വട്ടം കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കയറി നോക്കാം. കയറാൻ പാടാണല്ലോ ഗൈസ്. വണ്ടിയുടെ ഫ്രണ്ട് എവിടെ തട്ടുവാണല്ലോ ഗൈസ്. ഞാൻ കയറ്റട്ടെ ഗൈസ്. അപ്പം കയറുന്നില്ല ഗൈസ്. അപ്പം എന്താ സംഭവം? ഒന്നും ട്രൈ ചെയ്യട്ടെ ഗൈസ്. മേളിടിക്കുവാണ് ഗൈസ് അവിടെ ഗൈസ്. അപ്പം വെച്ച് ഇഞ്ചിൽ കുറവാണ് ഗൈസ് എൻ്റെ വണ്ടിക്ക്, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ സ്റ്റോക്ക് എഞ്ചിനുമാണ് ഗൈസ്. അപ്പോൾ കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ് നമ്മൾ ഏതൊരു വിധത്തിൽ ഗൈസ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ചെടിയിൽ തട്ടി നിൽക്കും നമ്മുടെ വണ്ടി. ഈ സൈഡിൽ കൂടെ ഉള്ള ആ ചെടിയിൽ കൂടെ തട്ടി നിൽക്കും. ഒയ്യോ ഇതെന്നടാ മുങ്ങിപ്പോണൂടാ. എടാ ഇത് കൊള്ളാലത്. എൻ്റെ വണ്ടി പാതിമുക്കാലും വെള്ളത്തിലാണ് ടൈസ്. ഇടിച്ചു. ഈ ചെടിയിൽ പോയി തട്ടലാണ് മെയിൻ പ്രശ്നം. നമ്മളത് സെറ്റ് ചെയ്യുമായിരിക്കും, അറിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ മാപ്പ് കിടില്ല ടൈസ്, ഒന്നും പറയാനില്ല ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ബാക്ക് ഇടാം കേട്ടോ. പിന്നെ ഇപ്പം ഇതാണ് ഫസ്റ്റ് സ്പോട്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ വന്ന വഴി ഈ പിന്നെ ഒരു വെള്ളത്തിൻ്റെ അകത്തേക്കൂടെ വന്ന വഴിയില്ലേ, ഇതാണ് ഫസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞ കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് പയ്യെ ഇവിടെ നിന്ന് നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകാമെന്നാണ് പറഞ്ഞേക്കണേ ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് പയ്യെ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് എടുക്കാം കേട്ടോ ഗൈസ്. അപ്പം ചാനൽ റോഡ് ടു 1K ആണ് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മൾ അധികം താമസിക്കേണ്ട എൻ്റെ 1K ആവും ഗൈസ്. 997 സബ്സ്ക്രൈബേഴ്സായിട്ടുണ്ട്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കുക കേട്ടോ. അപ്പോൾ ഗീവ് അവേ ഒക്കെ ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ സ്പോയിഡിയുടെ പുറകെ വെച്ച് പിടിക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്ലേസ്. അപ്പോൾ ഇവിടെ എൻ്റെ മദർ ട്രീ, ഇതാണ് ആദ്യം വെച്ച മരം എന്നാണ് ബ്രോ ഇട്ടേക്കണത്. അപ്പോൾ നമുക്ക് ഇറങ്ങി ചെന്ന് നോക്കാം കേട്ടോ ഗൈസ്. അപ്പം ഇതെൻ്റെ മദർ ട്രീ എന്ന് മാത്രമുള്ളൂ ഇതിൻ്റെ അകത്ത്, വേറെ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഇതൊന്നും നല്ല എക്സ്ട്രീം ലെവൽ ഓഫ് റോഡ് ഇനിയും ഉണ്ട് ഗൈസ്. അപ്പം അതൊക്കെ കാണിച്ചു തരാം ഗൈസ്. ലുട്ടാപ്പി കേവ്സ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അത് കിടിലാണ് ഗൈസ്. ലുട്ടാപ്പിയുടെ ഗുഹയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഡ്രോൺ വെച്ച് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഡ്രോൺ ഒന്ന് വെച്ച് നോക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പം ഗൈസ് നോക്കിയാൽ ഇവിടെ ഒരു വീട് എന്താണ്ടൊക്കെ ഉണ്ട് ഗൈസ്. മേളിലൊരു പ്ലാറ്റ്ഫോം ഇട്ടിട്ട് അവിടെ ഒരു വീടൊക്കെ ഉണ്ട് ഗൈസ്. അത് കൊള്ളാം ഗൈസ്, എനിക്ക് ഇഷ്ടമായിട്ടോ ഗൈസ്. അപ്പം നമ്മളപ്പോൾ ഇവിടെ നിന്ന് നെക്സ്റ്റ് സ്പോട്ടിലോട്ട് വിടുക കേട്ടോ ഗൈസ്. അപ്പം നെക്സ്റ്റ് സ്പോട്ടിൽ ചെണ്ട് കാണിക്കാം ഗൈസ്. അപ്പം നെക്സ്റ്റ് സ്പോട്ടിൽ ഓഫ് റോഡ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വെച്ച് റെക്കോർഡാക്കാം.
ഗൈസ് അപ്പോൾ ഇവിടെ കുറച്ചൊരു ഓഫ് റോഡ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാനത് കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് വന്നത് ഗൈസ്. ഇവിടെ ഒരു റിവർ ക്രോസിംഗ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കത് ഇൻറ്റീരിയർ വ്യൂവിലാണ് നമ്മൾ ഓടിക്കണേ ഗൈസ്. നമ്മളിത് ഇവിടെ നിന്ന് ചാടി ചാടിയായിട്ട് പോകണം ഗൈസ്. ഇവിടെ ഫുൾ ടാസ്ക് ഓഫ് റോഡാന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. അപ്പം പാർട്ട് 2 ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പാർട്ട് 2 തൊട്ട് പാർട്ട് 3 വരെ ഉണ്ടാവും ഗൈസ്. അപ്പം ഫുൾ മാപ്പ് ഉണ്ടാവും കേട്ടോ ഗൈസ് നമ്മളിതിൻ്റെ അകത്ത്. അപ്പം ഇവിടെ ചാടി പോയിട്ട് കൺട്രോൾ കിട്ടാനുള്ള ഗൈസ് മരത്തിൽ ചെന്ന് തട്ടി ഗൈസ്. അപ്പം ഫ്രണ്ട് ലൈറ്റ് അങ്ങോട്ട് പൊട്ടിയെന്ന് തോന്നുന്നു ഗൈസ്. ഒരു സൗണ്ടൊക്കെ കേട്ടായിരുന്നു. ചാടി ചെന്ന് ഇടിച്ചപ്പോൾ എവിടെയോ. അത് കുഴപ്പമില്ല, നമുക്ക് മാറ്റാമെന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ സൈഡ് പിടിച്ചാട്ടോ പോകണം. ഒത്തിരി ഓഫ് റോഡ് പിടിക്കാം ഗൈസ്. തട്ടി അപ്പോൾ തീരുമാനമായിട്ട് ഗൈസ് എന്തായാലും. അപ്പോൾ നമ്മൾ പയ്യെ കയറി പോകാം ഗൈസ്. ഇവിടെയൊക്കെ ഫുള്ള് ഓഫ് റോഡാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ച് പിടിച്ച് കയറുന്നുണ്ട് ഗൈസ് അങ്ങനെ. അപ്പം ഗൈസ് കയറി എത്തി. വണ്ടി ചെരിഞ്ഞു പോകണല്ലോടാ ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് കയറി അവിടെ ഒരു ഇതുകൂടി ഉണ്ട് കേട്ടോ. ടാസ്ക് പിടിച്ച് ഓഫ് റോഡ് കൂടി ഉണ്ടെന്നാണ് തോന്നണത് ഗൈസ്. അല്ലെങ്കിൽ സ്പീഡ് അങ്ങനെ ചാടി പോകില്ല കേട്ടോ ഗൈസ്. അപ്പം നമ്മളും ആ കൂടെ തന്നെ വെച്ച് പിടിക്കുകയാണ് ഗൈസ്. അപ്പോൾ കാണുന്നതാണ് ആ ഒരു ഓഫ് റോഡ് ഗൈസ്. അപ്പം നല്ല പാടാണ്, കയറിപ്പോക്കും സ്ട്രഗ്ലിംഗ് ആണ് വണ്ടി കിടന്നിട്ട് ഗൈസ്. അപ്പം ഒരു വിധത്തിൽ നമ്മൾ കയറി ചെല്ലേണ്ട ഗൈസ്. അപ്പം ഏകദേശം അടുത്ത ഗൈസ് ടയറൊക്കെ ടക്കേ നാട്ടോ ഗൈസ്. സസ്പെൻഷൻ കിടന്ന് ഇരിക്കണേ നല്ല രീതിക്ക് ലിഫ്റ്റ് ആക്കിയിട്ട് കുടുങ്ങി ഗൈസ്. ഞാൻ കുടുങ്ങി ഇല്ല ഗൈസ്. ആ ടയറിൽ എൻ്റെ ടയർ കുടുങ്ങി ഗൈസ്. ഞാൻ ചാടിച്ചെടുത്തുണ്ട് ഗൈസ്. ബാക്കൊക്കെ പൊങ്ങിപ്പോകുള്ളത്. സ്റ്റോപ്പ് അടിച്ചു ഗൈസ് ഞാൻ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇച്ചിരി കൂടെയും ബാക്ക് ഫ്രണ്ടിൽ പോകണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തുക കേട്ടോ. ഇവിടെ നിന്ന് വേറൊരു റിവർ ക്രോസിങ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഓഫ് റോഡ് കയറാമെന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. എന്നാ സംഭവം എന്ന് തോന്നുന്നുള്ള കേട്ടോ ഗൈസ്. നമുക്കപ്പോൾ ഈ വലിയ സ്പീഡിൽ ബാക്ക് അടിച്ചാണോ എന്തൊക്കെ വന്നാലും റോഡ് ഐക്കൺ ഗൈസ്. അപ്പം എവിടെ വന്ന് പെട്ടാലും റോഡ് ഐക്കൺ അടിച്ചാൽ അതിന്നാണ് പറഞ്ഞേക്കണേ ഗൈസ്. അപ്പം നമ്മളും കൂടെ പോവാട്ടോ ഗൈസ്. അപ്പം ഫ്രണ്ടിൽ പോകുന്നുണ്ട് സ്പീഡിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ട് പുറകെ വെച്ച് പിടിക്കുക ഗൈസ്. ഗൈസ് ഇവിടെ ഒരു റിവർ ക്രോസിങ് ഇട്ടിട്ട് ഗൈസ്. അപ്പം ഗൈസ് അപ്പോൾ ഇത് നോക്കിയ ഗൈസ് റിവർ ക്രോസിങ്. ഇത് കൊള്ളാം ഗൈസ്. റിവർ ക്രോസിങ് ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ബാക്കിലുള്ള എന്തെങ്കിലും മ്യൂസിക് കേൾക്കണ്ടേ ക്ഷമിക്കുക ഗൈസ്. അത് അവിടെ TV വെച്ചേക്കോട്ടെ ഗൈസ്. അപ്പം എൻജോയ് ചെയ്തിട്ടുണ്ട് ഞാൻ വോയിസ്. എന്നാലും അങ്ങനെയൊക്കെ കേൾക്കണ്ട ഗൈസ്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ കയറി പിടിച്ച് പോവാട്ടോ ഗൈസ്. അപ്പം ടാസ്ക് പിടിച്ച സ്ഥലമാണ് ഗൈസ്. അപ്പം നമ്മളിത് പിന്നെയും തട്ടി ഗൈസ്. അപ്പം ഈ ഓഫ് റോഡ് ഫുള്ള് കാണിക്കേണ്ടി വരും ഗൈസ് ഞാൻ എന്തായാലും. അപ്പം ഗൈസ് ഏകദേശം വീഡിയോ വൈൻഡപ്പ് ആവാറായെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം റോഡ് ടു 1K ആണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഏകദേശം വൈൻഡപ്പ് ആക്കാറായെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പറച്ചുകൂടെ ചെന്നിട്ടങ്ങ് വൈൻഡപ്പ് ആക്കാം ഗൈസ്. ഇതങ്ങ് ടാസ്ക് പിടിച്ച് ഓഫ് റോഡാൻ കഴിയട്ടെ ഗൈസ്. അപ്പം നല്ല പാടാട്ടോ ഗൈസ് ഈ ഓഫ് റോഡ് കയറാൻ തന്നെ ഗൈസ്. അപ്പം നമ്മൾ വെച്ച് പിടിച്ച് കയറണം കേട്ടോ എങ്ങനെയൊക്കെ ഗൈസ് സ്പീഡിയുടെ കൂടെ തന്നെ. അപ്പോൾ ഗൈസ് ഗൈസ് എപ്പോഴത്തേക്കൊക്കെ ചെരിഞ്ഞ് പോകുന്നുണ്ട് നമ്മുടെ വണ്ടി ഗൈസ്. ഇവിടെ തട്ടി ഗൈസ്. തട്ടി കയറി പോവാണ് ഗൈസ്. സ്ട്രഗ്ലിംഗ് ആണ് ഗൈസ്. എന്നാലും നമ്മൾ വെച്ച് പിടിച്ച് പോകണ്ട ഗൈസ്. ടയറൊക്കെ തേഞ്ഞ് തീരാറായി. ടയറിലോട്ട് നോക്കിയാൽ തന്നെ അറിയാം ഗൈസ് നമ്മുടെ. അപ്പോൾ ഞാനിത് സ്പീഡിൽ പോയിടാ. അയ്യോ എങ്ങനെ പോകും ഗൈസ് വഴി. ഗൈസ് ഈ വഴി പിടിച്ച് നോക്കാം സ്പീഡിൽ. അപ്പോൾ മേളിൽ ചെന്നിട്ട് നിർത്തും ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ നിർത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മേളിൽ ചെന്നിട്ട് ഗൈസ്. അപ്പോൾ നമ്മളും കൂടെ വെച്ച് പിടിച്ച് കയറി പോകണ്ട ഗൈസ്. എന്നാലും ഫ്രണ്ട് അവിടെയൊക്കെ ചെന്ന് തട്ടി നിൽക്കണ്ട ഗൈസ്. എൻ്റെ ഒരു ലൈറ്റ് പൊട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഈ വീഡിയോയിൽ വെച്ച് ഏകദേശം മൈൻഡപ്പ് ആക്കാറായിട്ട് കേട്ടോ പാർട്ട് 1. അപ്പം പാർട്ട് 2 ആദ്യം താമസിക്കാനുണ്ടാവും. അപ്പം സ്റ്റേ ട്യൂൺഡ് ഗൈസ്. അപ്പം പാർട്ട് 2 കാണാം. അതായിരിക്കും ബൈ ഗൈസ്. അപ്പം ഇവിടെ ഒരു കടയും കൂടെ ഉണ്ട്. ഇതോടെ കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ആക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു കടയും കൂടെ ഉണ്ട് ഗൈസ്. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ.